ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രെഡ് വെച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാസ്ട്രിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 അരികും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതിൻ്റെ വൈറ്റ് മാത്രമേ നമ്മളിതിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ 4 അരികും നമുക്ക് പൊടിച്ച് നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 4 ബ്രെഡും ഞാനിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് അല്പം ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി ഷുഗറുള്ള ക്രീമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബീറ്ററിൽ ഇങ്ങനെ വിട്ടു പോകാത്ത രീതിയാണ് സ്റ്റിഫായി വരൽ. ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് ഇതിൻ്റെ ഒരു 1/4 പോർഷൻ ഇട്ട് കൊടുക്കുക. ക്രീമിനെ നമുക്ക് 3 പോർഷനാക്കി മാറ്റിയെടുക്കുക. 2 ബൗളിൽ കൂടുതലായും ഒരു ബൗളിൽ അല്പം കുറവായിട്ടും എടുക്കുക. നമ്മൾ ക്രീം കുറവുള്ള ബൗളിലേക്ക് പിസ്തയുടെ ഫ്ലേവർ ഒരു 4 ഡ്രോപ്സ് ഇറ്റിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊരു ലൈറ്റ് ഗ്രീനായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ പിസ്തയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് മിക്സായി ഗ്രീൻ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മറ്റൊരു ബൗളിലേക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ ഒരു 4-5 ഡ്രോപ്സ് ഇറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പാസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് കമിഴ്ത്തി വെച്ച് അതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ ബ്രെഡും അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഫസ്റ്റത്തെ ബ്രെഡിന് മുകളിലായിട്ട് അല്പം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്ലേവേഴ്സൊന്നും ആഡ് ചെയ്യാത്ത വൈറ്റ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക, ക്രീം സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഓരോ ബ്രെഡും അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ചുറ്റുമായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ചുറ്റിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് മുഴുവനായിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചുറ്റുഭാഗത്തും. ഇനി നമുക്ക് ഇതിന് നടുവിലായിട്ടും ഒരു റോസ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ സ്റ്റാറിൻ്റെ നോസിൽ എടുത്തിട്ടാണ് ഫ്ലവറൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 4 മൂലയിലുമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ റോസിന് ലീഫ് വരച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്തയുടെ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ടാക്കി ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഗ്രീൻ കളർ ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു സൈഡിലും ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മുടെ സ്റ്റാറിൻ്റെ നോസ് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള പാസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.